ഹലോ ഗൈസ്, ഇന്ന് ഓണമല്ലേ. അപ്പോൾ ഓണം, വിഷു അങ്ങനെ പരിപാടികളൊക്കെ വരുമ്പോൾ, മെയിൻ പരിപാടികൾ വരുമ്പോൾ ഞാനെപ്പോഴും ഗുരുവായൂർ പോകാറുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ അടുത്തായത് കൊണ്ട് മാത്രമല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗുരുവായൂർ വരാനായിട്ട്. അതിപ്പം എന്തെങ്കിലും ഫെസ്റ്റിവൽ വരണമെന്നില്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന സ്ഥലമാണ്. ഇപ്പോൾ നമ്മുടെ ഗുരുവായൂരായാലും പുന്നത്തൂർക്കോട്ടയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള മെയിൻ ഫെസ്റ്റിവൽസൊക്കെ വരുമ്പോൾ ഞാൻ മസ്റ്റായിട്ട് പോകാൻ ട്രൈ ചെയ്യാറുണ്ട് നാട്ടിലുണ്ടെങ്കിൽ. അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് ഓണമായിട്ട് ഗുരുവായൂർ വന്നിട്ടുണ്ട്. അപ്പം ഇന്ന് രാവിലെ ഞങ്ങളൊരു 5 മണിയൊക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഭയങ്കര മഴയായിരുന്നു. മഴ എന്ന് വെച്ചാൽ നമ്മൾ പോകുന്ന ടൈമിലൊക്കെ മഴ തന്നെയായിരുന്നു. മഴ മാറി നോക്കി നിന്ന് പോക്ക് നടക്കായിരുന്നില്ല. നമ്മൾ റെയിൻകോട്ടൊക്കെ ഇട്ട് പോയി. അപ്പോൾ അവിടെ എത്തി. അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മുടെ കൃഷ്ണനെ കണ്ടില്ലേ, ഇങ്ങനെ നനഞ്ഞിങ്ങനെ വെള്ളത്തിലിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ജാസ്മിൻ ചേച്ചിയൊക്കെ വന്നിട്ട് വിവാദമായി നിൽക്കുന്ന സമയമാണ് നമ്മുടെ കൂട്ടത്തിൽ ഇറങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട്. എനിവേ, അത് ഒരു വിശ്വാസങ്ങളാണല്ലോ. അപ്പോൾ അവിടെ ചെയ്യാൻ പാടാത്ത കാര്യം ചെയ്യാതിരിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ എത്ര വർഷമായിട്ട് വരണതാണ് ഇവിടെ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടേക്കൊക്കെ ഇറങ്ങി അമ്പലത്തിലേക്ക് കയറി തൊഴുത് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പരുവമല എന്നാണ് അമ്പലത്തിലോട്ട് നമ്മൾ പോയി. നമ്മുടെ കേച്ചേരി ഭാഗത്തുള്ള പരുവമല. അത് ഇതുപോലെ തന്നെ ഞാൻ ഇടയ്ക്ക് പോകാറുള്ളതാണ്. നമ്മുടെ അളിയനും ഉണ്ടായിരുന്നു കൂടെ. അപ്പോൾ അവ ഇതുവരെ അവിടെ പോയിട്ടില്ല. അപ്പോൾ അവനെയും കൊണ്ട് പോയതാണ്. അപ്പോൾ മഴയും ഇതൊക്കെ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ നമ്മൾ അമ്പലത്തിൻ്റെ അതൊരു കുന്നിൻ്റെ മുകളിലാണ് അമ്പലം. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ശിവൻ്റെ അമ്പലം കേട്ടോ അത്. അവിടെ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ആംബിയൻസ് അത് വേറെ ലെവലാണ്. ആ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെയാണ് നിൽക്കുന്നത് നമുക്ക് തോന്നിപ്പോവും. അത്ര ആംബിയൻസ് ഉള്ളൊരു ഏരിയ ആണ്. ഒരു കുന്നിൻ്റെ മുകളിലാണ് അമ്പലം നിൽക്കുന്നത്. അപ്പോൾ നേരെ ആ അമ്പലത്തിലോട്ടാണ് പോയത്. അപ്പോൾ അങ്ങനെ ഈ ഓണം നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ നിന്നും പരമല അമ്പലത്തിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തു. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആ വഴിക്ക് അങ്ങ് പൊക്കോളും. നമ്മുടെ സ്പ്ലെൻഡറിലാണ് പോയത്. ഇപ്പോൾ സ്പ്ലെൻഡറിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് പറഞ്ഞു സ്പ്ലെൻഡർ ബൈ യു ചൂസ് സ്പ്ലെൻഡർ. അപ്പം ഫാമിലി യൂസിന് മാത്രമേ പറ്റുള്ളൂ, നമ്മൾ മൈലേജ് നോക്കി എടുക്കുകയാണെങ്കിൽ എടുക്കാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഇന്നൊരു 50 കിലോമീറ്ററിൻ്റെ മേലെ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം മൊത്തത്തിൽ പരുമല ഗുരുവായൂർ ഒത്തൊക്കെ കറങ്ങി വരുമ്പോൾ 50 കിലോമീറ്റർ മേലെ ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് യാതൊരുവിധ മടുപ്പുണ്ടായിട്ടില്ല. ഇനി നമ്മൾ നാളെ ട്രിപ്പ് പോകുന്നുണ്ട്. അത് പാലക്കാട്ടേക്കാണ്. അത് 150 കിലോമീറ്റർ മേലെയുണ്ട്. അപ്പോൾ അത് പോയി കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ എഞ്ചിൻ ചൂടാവുന്നുണ്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറയാം. വണ്ടി ഇവിടെ എവിടെ സൈഡാക്കിക്കോ. ഇവിടെ വെച്ചോ, നോരുമ്പോൾ അതൊക്കെ വരും ചിലപ്പോൾ. ഇവിടെ ശിവരാത്രി ഭയങ്കര ഫേമസ് ആണ്. ശിവനമ്പല പെരുമല. ഈ കുന്നില്ലേ ആന കയറും. ഞാൻ ചോദിച്ചോക്കി. ഇവിടെ ആന ഉണ്ട്. ശിവരാത്രിക്ക് അത്യാവശ്യം ആന ഉണ്ടാവും. ആനയൊക്കെ കയറുന്ന സ്ഥലം അത്. മഴയൊക്കെ പെയ്ത കാരണം ചിലപ്പോൾ സ്ലിപ്പാവാൻ ചാൻസ് ഉണ്ട്.
ആ അത് കുട്ടീനായിട്ട്. നമ്മളിപ്പോൾ ഈ വീട്ടിൽ നിന്ന് അപ്പുറത്തെ കടയ്ക്ക് പോകുമ്പോൾ അടക്കം ബൈക്ക് എടുത്ത് പോണ കാരണേ ഇങ്ങനത്തെ കയറ്റം കയറുമ്പോൾ പറയുമ്പോഴത്തേക്ക് വരും. നടത്തില്ലല്ലോ തീരെ. പക്ഷെ ഭയങ്കര ആംബിയൻസ് ആട്ടാ അവിടെ കയറി കിട്ടിക്കഴിഞ്ഞാ. ഒരു ഫോറസ്റ്റ് വൈബ് ഫീൽ ചെയ്യണ്ട എൻ്റെ പൊന്നോ. എങ്ങനെയാണ് ആന കയറുന്നുണ്ട്? ആ എന്ത് രസമാണ് ഈ ചെടികൾ കാണാൻ. പുല്ല് പുല്ല് അവിടെ പൂവക്കടാ രസമുണ്ടല്ലോ പൂവ്. അടിയിൽ നിന്ന് എങ്ങനെയാ പൊന്തികൾ അല്ലേ? നൈസ്. അയ്യോ കയറാനുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അല്ലേ? കയറാനുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. കിതക്കണ് മൂക്കുറ്റി പോകോക്കി. കുറേ ഉണ്ടല്ലേ. മഞ്ഞൊക്കെ മൂടിയിട്ട് എന്ത് രസമാണല്ലേ. സത്യം ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ അമ്മാതിരി വ്യൂ കാണാന്ന്. ഇനി ഇതിൻ്റെ ടോപ്പിൽ പോയി ഇതിൻ്റെ രസാടാ. ഇങ്ങനത്തെ പൂവുകളൊക്കെ കണ്ടമാനുണ്ട് കേട്ടോ. അടിപൊളി പൂവുകളൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ കേച്ചേരിയിലെന്ന് പറഞ്ഞാൽ വിശ്വസിക്കടാ. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമല്ലേ, നമുക്കാദ്യം നമ്മുടെ സ്ഥലങ്ങൾ അടുത്തുള്ള സ്ഥലങ്ങൾ കണ്ട് തീർക്കാം, എന്നിട്ട് നമുക്ക് ദൂരത്തേക്ക് പോവാം. നമ്മൾ ഈ കണ്ണുകൊണ്ട് കാണുന്ന സാധനം ഉണ്ടല്ലോ, എത്ര ക്യാമറ എടുത്താലും ആ ഒരു സാധനം കിട്ടില്ല. അത് മൊബൈൽ ക്യാമറയിലിട്ടാ. യെസ് ഓൾമോസ്റ്റ് എത്തി. ആൾക്കാരൊക്കെ ഉണ്ട്. ഇവിടെ ആക്കാന്ന് വിചാരിച്ചാ പിന്നെ ആ ടൈമിൽ ഇതൊക്കെ കയറി ഇതാന്ന് ഞാൻ പറഞ്ഞു. ഭയങ്കര രസമല്ല ഇവിടെ. എന്ത് രസമല്ല. ഒരു പൂ വിരിഞ്ഞ കിടവുണ്ട് അല്ലേ. ഇന്നിപ്പോൾ ഇവിടെ വന്നില്ല, ഞങ്ങൾ ഇതിൻ്റെ മിസ്സായില്ലേ ഇത്ര നല്ലൊരു വ്യൂ. എന്നാ അങ്ങോട്ട് നോക്കിയേ.
വിചാരിച്ചിട്ടുണ്ടാവില്ല അല്ലേ? കൊടൈക്കനാൽ വന്ന പോലെ തോന്നുന്നു എനിക്ക്. സ്ഥലം മാത്രം കണ്ടെന്നാൽ പോരാട്ടോ, അമ്പലത്തേക്ക് ഒന്ന് തൊടണേ. നബിദിനത്തിൻ്റെ ആഘോഷം തോന്നുന്നു അല്ലേ? എന്താല്ലേ, ഒരു അമ്പലത്തിൻ്റെ മേലെ കയറി നോക്കുമ്പോൾ ഒരു സിറ്റി മൊത്തം കാണുക. എന്തൊരു ഏരിയ കവർ ചെയ്യുന്നുണ്ടല്ലേ. ചിലപ്പോൾ തൃശ്ശൂർകാർ പോലും കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ ഇതേപോലെ ഒരു ഓണത്തിന് തോന്നുന്നു, ഓണത്തിന് വിഷുവിനാന്ന് ഓർമ്മയില്ല, ഒരു 3-4 വർഷം മുന്നേ ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഞാനിങ്ങനെ വീഡിയോസൊന്നും എടുത്തില്ല, കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് പോയി, ഫോണിൽ നിന്ന് പോവുകയും ചെയ്തു. അത് ഈ ആലെന്ത് രസമല്ല കാണാൻ, അമ്പലും ആലും ഒക്കെ കൂടിയിട്ടുള്ള ഒരു ഫ്രെയിം ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ അമ്മതി കാണാൻ.